ഹായ് വെൽക്കം ടു ലെറ്റ്സ് ലേൺ ടുഗെദർ. ഇന്ന് നമ്മൾ KCS ആക്ടിൽ 2023 വന്നിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് അമെൻമെൻറ്റ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന് മുന്നേ നമ്മൾ സെക്ഷൻ 63 DCA ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് വരെയുള്ള അമെൻമെൻറ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഈ വീഡിയോയിൽ നമ്മൾ സെക്ഷൻ 64 മുതലാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സെക്ഷൻ 64 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കോപ്പ് ഓഫ് ഓഡിറ്റ്, പവേഴ്സ് ഓഫ് ദ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ആൻഡ് പ്രൊസീജിയർ ഫോർ ഓഡിറ്റ് ആണ് സെക്ഷൻ 64 സ്കോപ്പ് ഓഫ് ഓഡിറ്റ്. അതാണ് സെക്ഷൻ 64 എന്ന് പറയുന്നത്. അതിൽ വന്നിരിക്കുന്ന ഒരു മാറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്സെഷൻ 1 സെക്ഷൻ 64 സബ്സെഷൻ 1 കഴിഞ്ഞിട്ട് ഒരു 3 സബ്സെഷനും കൂടെ അതിൽ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. 1A, 1B, 1C എന്ന് പറഞ്ഞ് 3 സബ്സെഷൻ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് സെക്ഷൻ 64 സബ്സെഷൻ 1A കാര്യമാണ് പറയുന്നത്. ഇൻ കേസ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് whose accounts are prepared using a common software or any other software approved by the registrar, the audit include the audit of information system and evaluation of software as well as hardware എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ അക്കൗണ്ട്സ് എല്ലാം പ്രിപ്പയർ ചെയ്യുന്നത് ഒരു കോമൺ സോഫ്റ്റ്വെയർ, നമ്മുടെ കോമൺ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ രജിസ്ട്രാർ അപ്രൂവ് ചെയ്ത ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് ആ സൊസൈറ്റിയിലെ കണക്കുകളെല്ലാം ചെയ്യുന്നതെങ്കിൽ ഓഡിറ്റ് എന്ന് പറയുന്നത് ആ ഇൻഫർമേഷൻ സിസ്റ്റത്തിൻ്റെയും ഓഡിറ്റ് ഉൾപ്പെടും എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മുടെ അക്കൗണ്ട്സ് എല്ലാം ഒരു കോമൺ സോഫ്റ്റ്വെയറോ അല്ലെങ്കിൽ രജിസ്ട്രാർ അപ്രൂവ് ചെയ്തിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയറോ വഴിയാണ് ചെയ്യുന്നതെങ്കിൽ ഓഡിറ്റിൽ ആ സോഫ്റ്റ്വെയറിൻ്റെ ഓഡിറ്റിങ്ങും ഉൾപ്പെടും. അടുത്തത് 1B ആണ്. സെക്ഷൻ 64 1B സബ്സെഷൻ. ഇതിൽ if during an audit of information system and evaluation of software and hardware, any manipulation of records or manipulation in the work of the software or hardware is revealed, the auditor, auditors or audit firms shall inform the manipulation to the director of cooperative audit and registrar. ഇങ്ങനെ ഇൻഫർമേഷൻ സിസ്റ്റം എല്ലാം ഓഡിറ്റ് ചെയ്യുമ്പോൾ അതിലെന്തെങ്കിലും ഒരു മാനിപ്പുലേഷനോ എന്തെങ്കിലും മാനിപ്പുലേഷൻ ഓഫ് റെക്കോർഡ്സോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിലും ഹാർഡ്വെയറിലും എന്തെങ്കിലും മാനിപ്പുലേഷനോ ഈ ഓഡിറ്ററോ ഓഡിറ്റേഴ്സോ ഓഡിറ്റ് ഫേംസോ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത് DCA ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് DCAനെയോ രജിസ്ട്രാറിനെയോ അറിയിക്കണം എന്നാണ് 1B പറഞ്ഞിരിക്കുന്നത്. അടുത്തത് സെക്ഷൻ 64 സബ്സെക്ഷൻ 1C ആണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് ദ രജിസ്ട്രാർ ഹിംസെൽഫ് ഓർ ദ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദ രജിസ്ട്രാർ ഷാൾ ഇൻഫോം ദ മാനിപ്പുലേഷൻ ഇൻ ദ സിസ്റ്റം ടു പോലീസ് ഓർ വിജിലൻസ് ഓഫീസർ അസ് കേസ് മേ ബി ഫോർ ഇൻവെസ്റ്റിഗേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ രജിസ്ട്രാർ സ്വയമേയോ അല്ലെങ്കിൽ DCA രജിസ്ട്രാറുമായിട്ട് കൺസൾട്ടേഷൻ ചെയ്തതിന് ശേഷമോ ഈ മാനിപ്പുലേഷനെ പറ്റിയിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നതിനായിട്ട് ഇത് പോലീസിനോ വിജിലൻസ് ഓഫീസറിനെയോ അറിയിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതാണ് 1C പറയുന്നത്. പിന്നെ പറയുന്നത് 64 സെക്ഷൻ 64 4A എന്ന് പറയുന്ന സബ്സെഷനിലാണ് പിന്നീട് ഒരു അമെൻമെൻറ്റ് വന്നിരിക്കുന്നത്. ഓക്കെ, സെക്ഷൻ 64 സബ്സെഷൻ 4A അതിൽ വന്നിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് ഇറ്റ് ഷാൾ ബി ദ ഡ്യൂട്ടി ഓഫ് മാനേജിംഗ് കമ്മിറ്റി ഓഫ് എവറി സൊസൈറ്റി ടു എൻഷ്യൂർ ദ അക്യുറസി ഓഫ് ഫിനാൻഷ്യൽ ആൻഡ് അതർ സ്റ്റാറ്റ്യൂട്ടറി സ്റ്റേറ്റ്മെൻറ്റ്. ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ കമ്മിറ്റി ടു സബ്മിറ്റ് ദ എബവ് സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ഓഡിറ്റ് വിത്തിൻ 15 days ഫ്രം ദ ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് ദ എബവ് സ്റ്റേറ്റ്മെൻറ്റ് ബിഫോർ ദ ഓഡിറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു സൊസൈറ്റിയിൽ മാനേജിംഗ് കമ്മിറ്റിയുടെ ഡ്യൂട്ടിയാണ് അവിടുത്തെ ഫിനാൻഷ്യൽ ആൻഡ് അതർ സ്റ്റാറ്റ്യൂട്ടറി സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അക്യുറസി എൻഷ്യൂർ ചെയ്യുക എന്ന് പറയുന്നത് അവിടുത്തെ മാനേജിംഗ് കമ്മിറ്റിയുടെ ഡ്യൂട്ടിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നമ്മുടെ ഇതിൽ ഇപ്പോഴും ഉള്ളത് തന്നെയാണ്, മുമ്പ് ഉണ്ടായിരുന്നതാണ്, അതിപ്പോഴും അതുപോലെ തന്നെ ഉണ്ട്. പിന്നെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് എ കമ്മിറ്റി ടു സബ്മിറ്റ് ദ എബവ് സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ഓഡിറ്റ് വിത്തിൻ 15 days ഫ്രം ദ ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് ദ എബവ് സ്റ്റേറ്റ്മെൻറ്റ് ബിഫോർ ദ ഓഡിറ്റർ. അതായത്
ഇതിൽ ആദ്യം നമ്മൾ നോക്കേണ്ടത് ഈ ഫിനാൻഷ്യൽ ഇയർ കംപ്ലീറ്റ് ചെയ്ത് ഒരു മാസത്തിനുള്ളിൽ CEO, അതായത് നമ്മുടെ ചീഫ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് കൈമാറുന്നുണ്ട്. അപ്പോൾ CEO മാനേജിങ് കമ്മിറ്റിക്ക് ഈ റിട്ടേൺസ് എല്ലാം സബ്മിറ്റ് ചെയ്യുന്നത് എത്രയാണ്, 1 മന്ത് എടുത്തിട്ടാണ്. 1 മന്ത് ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്ത് ഒരു മാസത്തിനുള്ളിലാണ് CEO മാനേജിങ് കമ്മിറ്റിക്ക് ഇത് സബ്മിറ്റ് ചെയ്യുന്നത്. അതിനുശേഷം മാനേജിങ് കമ്മിറ്റി ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് 15 ദിവസത്തിനുള്ളിൽ ഇത് ഓഡിറ്റർക്ക് കൈമാറണം എന്നാണ് പറഞ്ഞേക്കണം. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കിട്ടി 15 ദിവസത്തിനുള്ളിൽ മാനേജിങ് കമ്മിറ്റി ഓഡിറ്റർക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് കൈമാറണം. നേരത്തെ ഇതെന്ന് പറയുന്നത് ഒരു മാസമായിരുന്നു ഈ മാനേജിങ് കമ്മിറ്റിക്ക് ഉണ്ടായിരുന്ന ടൈം. ഇപ്പം അത്രയില്ല, 15 ഡേയ്സ് ആണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന ടൈം എന്ന് പറയുന്നത്. അമെൻമെൻറ്റ് ചെയ്ത് 15 ഡേയ്സ് ആക്കിയിട്ടുണ്ട്. ഇനി അടുത്തത് 64-ൽ 4B ആണ് അടുത്ത സബ്സെഷൻ വന്നിരിക്കുന്നത്. 4Bയിലാണ് അടുത്ത അമെൻമെൻറ്റ് വന്നിരിക്കുന്നത്. അതിൽ പറയുന്നത് within 45 days from the date of receipt of audit report and the Director of Cooperative Audit shall issue an audit certificate to the concerned society with the copy of audit memorandum. അതായത് ഓഡിറ്റ് റിപ്പോർട്ട് കിട്ടി 45 ദിവസത്തിനകം DCA ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ആ സൊസൈറ്റിക്ക് നൽകിയിരിക്കണം. അതിൻ്റെ ഒപ്പം എന്താണ്, കോപ്പി ഓഫ് ഓഡിറ്റ് മെമ്മോറാൻഡത്തിൻ്റെ ഒരു കോപ്പിയും ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പം നേരത്തെ ഈ 55 ഡേയ്സ് എന്നുള്ളത് 3 months ആയിരുന്നു. ഈ 3 months ആണ് ഇപ്പോൾ മാറിയിട്ട് 45 ഡേയ്സിനായിരിക്കുന്നത്. ഓഡിറ്റ് റിപ്പോർട്ട് കിട്ടി 45 ദിവസത്തിനകം ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് DCA കൊടുത്തിരിക്കണം. പിന്നെ അടുത്ത അമെൻമെൻ്റ് എന്ന് പറയുന്നത് സബ്സെഷൻ 5-ലാണ് അടുത്ത മാറ്റം വന്നിരിക്കുന്നത്. സെക്ഷൻ 64 തന്നെ സബ്സെഷൻ 5-ൽ ദ ഓഡിറ്റർ ഓർ ടീം ഓഫ് ഓഡിറ്റേഴ്സ് ഓർ ഓഡിറ്റിംഗ് ഫേംസ് അപ്പോയിൻറ്റഡ് as per 63 shall complete the audit within 90 days from the date of receipt of the statement and submit audit report to the DCA or to the person authorized by him in this behalf എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഓഡിറ്റ് 90 ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ഓഡിറ്ററോ അല്ലെങ്കിൽ ടീം ഓഫ് ഓഡിറ്റേഴ്സോ അല്ലെങ്കിൽ ഓഡിറ്റ് ഫേമോ ആരായാലും എന്താണ് 90 ദിവസത്തിനുള്ളിൽ ഈ സ്റ്റേറ്റ്മെൻ്റ് എല്ലാം അവർക്ക് കിട്ടി 90 ദിവസത്തിനുള്ളിൽ ഓഡിറ്റ് റിപ്പോർട്ട് DCAക്ക് ഓഡിറ്റ് 90 ദിവസത്തിനുള്ളിൽ ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്ത് ഓഡിറ്റ് റിപ്പോർട്ട് DCAക്ക് അല്ലെങ്കിൽ DCA ഓതറൈസ് ചെയ്യുന്ന ആൾക്ക് ഈ ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കണം എന്നാണ് പറയുന്നത്. ഇതിൽ ആദ്യം നമുക്ക് 4 മാസമായിരുന്നു ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നത്. 4 months ആയിരുന്നു, അത് മാറിയിട്ടുണ്ട്. ഇപ്പോൾ 90 ദിവസമാണ്. 90 ദിവസത്തിനുള്ളിൽ ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് സബ്സെഷൻ 5 ആണ്. സെക്ഷൻ 64-ൽ സബ്സെഷൻ 5A എന്ന് പറയുന്ന ഒരു പുതിയ സബ്സെഷൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത്ര നേരം നമ്മൾ പറഞ്ഞത് ആ സബ്സെഷനിൽ വന്നിരിക്കുന്ന അമെൻമെൻറ്റുകളായിരുന്നു. ഇത് 5A എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ സബ്സെഷൻ ആഡ് ചെയ്തിരിക്കുകയാണ്. On completion of audit and before submission of audit report to the Director of Cooperative Audit, the auditor or the audit team or audit firm, as the case may be, shall discuss the audit findings with the managing committee of the society concerned and get their reply in writing എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്ത് ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിഷൻ ചെയ്യുന്നതിന് മുമ്പ് DCAക്ക് ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഓഡിറ്റർ അല്ലെങ്കിൽ ഓഡിറ്റിംഗ് ടീം അല്ലെങ്കിൽ ഓഡിറ്റ് ഫേംസ് ഇതിലെ ഫൈൻഡിങ്സ് മാനേജിങ് കമ്മിറ്റി ആയിട്ട് ഡിസ്കസ് ചെയ്യുകയും അവരുടെ റിപ്ലൈ ഇൻ റൈറ്റിങ്ങിൽ വാങ്ങുകയും വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇൻ റൈറ്റിങ്ങിൽ അവരുടെ റിപ്ലൈ വാങ്ങണം. അതാണ് 5Aയിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ 64-ൽ ഈ സെക്ഷൻ 64-ൽ സബ്സെഷൻ 9 ആണ്. സബ്സെഷൻ 9-ൽ കുറച്ച് അമെൻമെൻ്റ് ആണ് വന്നിരിക്കുന്നത്. ആ ഒരു ഭാഗം അമെൻഡ് ചെയ്താണ് വന്നിരിക്കുന്നത്. ഇഫ് ദ റിസൾട്ട് ഓഫ് ദ ഓഡിറ്റ് ഹെൽഡ് അണ്ടർ ദിസ് സെക്ഷൻ discloses any defect in the working of the society, the committee shall take step to rectify the defect and irregularities pointed out in the audit report, if any, and place the audit report along with the action taken report before the general body meeting to
to be held every year and explain therein the said defect or the irregularities. The committee shall continue to take step for rectification of all the defect and the irregularities in the audit report and appraise the general body meeting every year till all the defect and the irregularities are rectified. The committee shall send a report of action taken to Director of Cooperative Audit and to Registrar within 15 days from the date of General Body Meeting എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഓഡിറ്റിൽ എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഓഡിറ്റ് റിപ്പോർട്ടിൽ ആ ഡിഫക്റ്റ് ഉണ്ടാവും. അപ്പോൾ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ആ ഡിഫക്റ്റും ഇറഗുലാരിറ്റീസും പരിഹരിക്കുന്നതിന് കമ്മിറ്റി നടപടികൾ സ്വീകരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കമ്മിറ്റി നടപടികൾ സ്വീകരിക്കണം. ഇങ്ങനെ ഓരോ വർഷവും ജനറൽ ബോഡിയിൽ സ്വീകരിച്ച ജനറൽ ബോഡിയിൽ ഇങ്ങനെ നമ്മൾ ഏതൊക്കെ നടപടിയാണോ സ്വീകരിച്ചത് ആ നടപടി സംബന്ധിച്ച റിപ്പോർട്ടുകളും ആ ഓഡിറ്റ് റിപ്പോർട്ടിനൊപ്പം വെച്ചിട്ട് അതിലെ ഡിഫക്റ്റും ഇറഗുലാരിറ്റീസും എല്ലാം വിശദീകരിക്കണം. ഈ ഡിഫക്റ്റും ഇറഗുലാരിറ്റീസും പരിഹരിക്കുന്നത് വരെ കമ്മിറ്റി നടപടിയെടുക്കണം. എല്ലാ വർഷവും ജനറൽ ബോഡിയിൽ ചർച്ച ചെയ്യണം. ഈ ഇറഗുലാരിറ്റീസ് റെക്ടിഫൈ ചെയ്യുന്നത് വരെ ഇത് തുടരണം. ആൻഡ് ജനറൽ ബോഡി നടന്ന് 45 ദിവസത്തിനകം DCAക്കും RCSനും എടുത്ത നടപടിയുടെ റിപ്പോർട്ട് കമ്മിറ്റി അയച്ചു കൊടുക്കണം എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇങ്ങനെ നമ്മൾ ഓഡിറ്റിങ്ങിൽ എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ഡിഫക്റ്റും ഇറഗുലാരിറ്റീസും എല്ലാം പരിഹരിക്കുന്നതിന് കമ്മിറ്റി നടപടികൾ സ്വീകരിക്കണം. അപ്പോൾ എന്താണ്, എല്ലാ വർഷവും ജനറൽ ബോഡിയിൽ നമ്മൾ ഈ സ്വീകരിച്ച എന്തൊക്കെ നടപടി സ്വീകരിച്ചു എന്നുള്ളതിൻ്റെ ആ റിപ്പോർട്ട് ഈ ഓഡിറ്റ് റിപ്പോർട്ടിനൊപ്പം വെച്ച് അതിൽ ഡിഫക്റ്റും ഇറഗുലാരിറ്റീസും എല്ലാം വിശദമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഈ ഡിഫക്റ്റും ഇറഗുലാരിറ്റീസും പരിഹരിക്കുന്നത് വരെ ഇങ്ങനെ എല്ലാ വർഷവും ജനറൽ ബോഡിയിൽ ഇത് ചർച്ച ചെയ്യണം. ജനറൽ ബോഡി നടന്നു കഴിഞ്ഞ് 15 ദിവസത്തിനകം 15 ദിവസത്തിനകം ഈ അവർ എടുത്ത നടപടികൾ എന്തൊക്കെയാണെന്നുള്ളതിൻ്റെ പറ്റിയിട്ടുള്ള റിപ്പോർട്ടുകൾ DCAക്കും RCSനും കമ്മിറ്റി അയച്ചു കൊടുക്കണം എന്നാണ് 64 സബ്സെഷൻ 9 പറഞ്ഞിരിക്കുന്നത്. ഇത് പുതിയതായിട്ട് വന്ന ഒരു സബ്സെഷനാണ് കേട്ടോ. ഇനി അടുത്തത് സെക്ഷൻ 64. ഇപ്പം നമ്മൾ പറയണത് 64 വന്നിരിക്കുന്ന അമെൻമെൻറ്റുകൾ മാത്രമാണ്. ഇപ്പോൾ 64 സബ്സെഷൻ 9A എന്ന് പറയുന്ന ഒരു പുതിയ സബ്സെഷനും കൂടെ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. സബ്സെഷൻ 9A പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇഫ് ദ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് or the person authorized by him to carry out the audit of a society is of the opinion that any person had attempted to destroy or to tamper with the records or documents so as to evade legal action on the mischief committed in the society, he shall report the matter to his controlling officer for filing a complaint to the police or vigilance officer in consultation with the registrar or the person authorized by him as the case may be എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഏതെങ്കിലും ഒരാൾ സൊസൈറ്റിക്ക് നാശനഷ്ടം ഉണ്ടാക്കി ലീഗൽ ആക്ഷൻസിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഡോക്യുമെൻറ്റ്സോ റെക്കോർഡ്സോ എന്തെങ്കിലുമൊക്കെ നശിപ്പിക്കാനോ തിരുത്താനോ ശ്രമിച്ചിട്ടുണ്ടെന്ന് DCA അല്ലെങ്കിൽ അദ്ദേഹം ചുമതലപ്പെടുത്തിയിട്ടുള്ള ആൾക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ അങ്ങനൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ അത് കൺട്രോളിങ് ഓഫീസറെ അറിയിച്ച് കൺട്രോളിങ് ഓഫീസറിന് അത് റിപ്പോർട്ട് ചെയ്ത് RCS അല്ലെങ്കിൽ RCS ഓതറൈസ് ചെയ്ത ഒരാളുടെ കൺസൾട്ടേഷനോടെ അത് പോലീസിനെയോ വിജിലൻസ് ഓഫീസറെയോ അറിയിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ആണ് സെക്ഷൻ 64 വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ സെക്ഷൻ 64 ആദ്യം വന്നിരിക്കുന്നത് 1A 1B 1C എന്ന് പറയുന്ന പുതിയ സെക്ഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ 1A പറയുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കോമൺ സോഫ്റ്റ്വെയർ ഒരു കോമൺ സോഫ്റ്റ്വെയറോ അല്ലെങ്കിൽ രജിസ്ട്രാർ അപ്രൂവ് ചെയ്ത സോഫ്റ്റ്വെയറോ ആണ് സൊസൈറ്റിയിൽ ഉപയോഗിക്കുന്നതെങ്കിൽ ആ സോഫ്റ്റ്വെയറിൻ്റെ ഓഡിറ്റിങ്ങും നമ്മുടെ ഓഡിറ്റിങ്ങിൽ ഉൾപ്പെടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 1B പറയുന്നത് ഈ ഇൻഫർമേഷൻ ഇതിൽ നമ്മൾ എന്തെങ്കിലും ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ എന്തെങ്കിലും ഒരു മാനിപ്പുലേഷനോ അങ്ങനെ എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ട് എങ്കിൽ അത് DCAനെയും രജിസ്ട്രാറിനെയും അറിയിക്കണം എന്നാണ് 1B പറയുന്നത്. 1C
രജിസ്ട്രാർ സ്വയമോ അല്ലെങ്കിൽ DCA രജിസ്ട്രാറുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ടോ ഈ മാനിപ്പുലേഷനെ പറ്റിയിട്ട് കൂടുതൽ ഇൻവെസ്റ്റിഗേഷൻ നടത്താനായിട്ട് പോലീസിനും വിജിലൻസ് ഓഫീസറിനും ഇൻഫോം ചെയ്യണം എന്നാണ് 1C പറയുന്നത്. പിന്നെ 64(4)A എന്ന് പറയുന്ന സബ്സെഷനിൽ വന്നിരിക്കുന്ന അമെൻമെൻ്റ് ആണ്. അത് എന്തായി, കമ്മിറ്റി അവർക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കിട്ടി 15 ദിവസത്തിനകം അത് ഓഡിറ്ററെ ഏൽപ്പിക്കണം എന്നാണ് സെക്ഷൻ 64(4)A സബ്സെഷനിൽ വന്ന മാറ്റം. പിന്നെ 4B സബ്സെഷനിൽ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് കിട്ടി 45 ദിവസത്തിനകം DCA ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് സൊസൈറ്റികൾക്ക് നൽകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ സബ്സെഷൻ 5 വന്നിരിക്കുന്നത് ഇങ്ങനെ ഓഡിറ്റർ 90 ദിവസത്തിനകം, ഓഡിറ്റർക്ക് സ്റ്റേറ്റ്മെൻ്റ് എല്ലാം കിട്ടി 90 ദിവസത്തിനകം ഓഡിറ്റ് പൂർത്തിയാക്കി ഓഡിറ്റ് റിപ്പോർട്ട് DCAക്ക് സമർപ്പിച്ചിരിക്കണം എന്നാണ് സബ്സെഷൻ 5 പറയുന്നത്. പിന്നെ 5A എന്ന് പറയുന്ന ഒരു പുതിയ സബ്സെഷൻ വന്നു. അതിൽ പറയുന്നത് ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്ത് DCAക്ക് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുമ്പ് ഇതിലെ ഫൈൻഡിങ്സ് കമ്മിറ്റിയായിട്ട് ചർച്ച ചെയ്യണം ആൻഡ് അവരുടെ റിപ്ലൈ ഇൻ റൈറ്റിങ്ങിൽ വാങ്ങണം എന്നാണ് പറയുന്നത് 5A സബ്സെഷൻ 5A. പിന്നെ സബ്സെഷൻ 9 അമെൻമെൻറ്റ് ചെയ്ത് വന്നിരിക്കുന്നതാണ്. അതിൽ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ഡിഫക്റ്റിനും ഇറഗുലാരിറ്റീസും എല്ലാം പരിഹരിക്കുന്നതിന് കമ്മിറ്റി നടപടികൾ സ്വീകരിക്കണം. അവർ എല്ലാ വർഷവും ജനറൽ ബോഡിയിൽ ഈ അവരെടുത്ത നടപടിയെ സംബന്ധിച്ച റിപ്പോർട്ട് നമ്മുടെ ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ ഒപ്പം വെച്ച് അതിൽ ഡിഫക്റ്റും ഇറഗുലാരിറ്റീസും എല്ലാം വിശദീകരിക്കണം. പിന്നെ അവർ ഇത് പരിഹരിക്കാനായിട്ട് എടുത്ത നടപടികൾ എല്ലാ വർഷവും ജനറൽ ബോഡിയിൽ ചർച്ച ചെയ്ത് ആൻഡ് ജനറൽ ബോഡി ആ ചർച്ചയുടെ എടുത്ത നടപടിയുടെ റിപ്പോർട്ട് 15 ദിവസത്തിനകം എന്താണ് DCAക്കും RCSനും അയച്ചു കൊടുക്കണം എന്നാണ് പറയുന്നത്. പിന്നെ 9A എന്ന് പറയുന്ന ഒരു പുതിയ സബ്സെഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ പറയുന്നത് ഏതെങ്കിലും ഒരാൾ സൊസൈറ്റിക്ക് നാശനഷ്ടം ഉണ്ടാക്കി അതിൽ ലീഗൽ ആക്ഷൻസിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഡോക്യുമെൻറ്റ്സോ റെക്കോർഡ്സോ എന്തെങ്കിലും നശിപ്പിക്കാനോ തിരുത്താനോ ഒക്കെ ശ്രമിച്ചിട്ടുണ്ടെന്ന് DCAക്കോ അദ്ദേഹം ചുമതലപ്പെടുത്തിയിട്ടുള്ള ആൾക്കോ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ അത് കൺട്രോളിംഗ് ഓഫീസറിന് റിപ്പോർട്ട് ചെയ്തിട്ട് RCSO അല്ലെങ്കിൽ RCS ഓതറൈസ് ചെയ്തിരിക്കുന്ന ആളുടെയോ കൺസൾട്ടേഷനോട് കൂടി പോലീസിനോ വിജിലൻസ് ഓഫീസറിനോ റിപ്പോർട്ട് കൈമാറണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് സെക്ഷൻ 64 വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട അമെൻമെൻറ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇപ്പോൾ അടുത്തത് വന്നിരിക്കുന്നത് സെക്ഷൻ 65 അടുത്ത മാറ്റം വന്നിരിക്കുന്നത്. 65 എന്ന് പറയുന്നത് എൻക്വയറി ആണ്. 65 എൻക്വയറി. ഓക്കെ, എൻക്വയറിയിൽ വന്നിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം പറയുന്നത് എൻക്വയറി എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. രജിസ്ട്രാറാണ് ചെയ്യുന്നത്. അതിൽ സബ്സെഷൻ 1 A പറഞ്ഞിരിക്കുന്നത് ഹിസ് ഓൺ മോഷൻ, രജിസ്ട്രാർക്ക് സ്വന്തമായിട്ട്. പിന്നെ B പറഞ്ഞിരിക്കുന്നതെന്ന് പറയുന്നത് വിജിലൻസ് ഓഫീസറുടെ എൻക്വയറി റിപ്പോർട്ടിന്മേൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ B എന്ന് പറയുന്നത് ഒമിറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വിജിലൻസ് ഓഫീസറുടെ പോയിന്റ് ഇപ്പോൾ എൻക്വയറിയിൽ ഇല്ല. വിജിലൻസ് ഓഫീസർ റിപ്പോർട്ടിന്മേൽ ഇപ്പോൾ എൻക്വയറി ചെയ്യുന്നില്ല. പിന്നെ C പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെയാണ്. ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് അദ്ദേഹത്തിൻ്റെ DCAയുടെ റിപ്പോർട്ടിന്മേൽ എൻക്വയറി ചെയ്യും. പിന്നെ സബ്സെഷൻ D, അതായത് സെക്ഷൻ 65 സബ്സെഷൻ 1 D കുറച്ച് കാര്യങ്ങളും കൂടെ കൂടുതൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ on the application of the majority of the members of the committee of the society or by not less than 1/3 of the total members of the society or the number of members required for quorum for the general body meeting whichever is less എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് മാനേജിങ് കമ്മിറ്റിയിലെ മെജോറിറ്റി ഓഫ് മെമ്പേഴ്സിൻ്റെയോ അല്ലെങ്കിൽ ടോട്ടൽ മെമ്പേഴ്സിൻ്റെ 1/3 കുറയാതെയോ അല്ലെങ്കിൽ ജനറൽ ബോഡിയിലെ ക്വാറം തികയ്ക്കാൻ ആവശ്യമായ മെമ്പേഴ്സിൻ്റെ എണ്ണമോ അങ്ങനെ ഉണ്ടെങ്കിൽ അത്രയും ആൾക്കാരുടെ അപേക്ഷയിന്മേൽ എൻക്വയറി നടത്താം എന്നുള്ളതാണ് ഈ D പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പിന്നെ അടുത്ത മാറ്റം എന്ന് പറയുന്നത് സെക്ഷൻ 65 സബ്സെഷൻ 2 D വന്നിരിക്കുന്ന മാറ്റമാണ്. ഓക്കെ, അതിൽ പറയുന്നത് എ പേഴ്സൺ ഓർ പേഴ്സൺസ് റിലേറ്റഡ്
to or involved in the enquiry shall be issued a notice indicating the matter of enquiry, and he or they shall be provided an opportunity of being heard with proper notice by registered post or in person എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇപ്പോൾ എൻക്വയറീനെ സംബന്ധിച്ച് ഇപ്പോൾ ഒരാളെ എൻക്വയറി ചെയ്യാൻ വേണ്ടിയിട്ട് അയാളെ വിളിക്കണം എന്നുണ്ടെങ്കിൽ അയാൾക്ക് ഈ എൻക്വയറിയെ സംബന്ധിച്ച് ഒരു വിശദീകരണം നൽകിക്കൊണ്ടുള്ള ഒരു നോട്ടീസ് രജിസ്ട്രേഡ് പോസ്റ്റായിട്ടോ അല്ലെങ്കിൽ നേരിട്ടോ അയാൾക്ക് കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ അയാളുടെ ഭാഗം പറയാനായിട്ട് ഒരു അവസരവും അയാൾക്ക് കൊടുക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, എൻക്വയറിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആൾക്ക് എൻക്വയറിയെ സംബന്ധിച്ച് ഒരു നോട്ടീസ് രജിസ്ട്രേഡ് പോസ്റ്റിലോ പേഴ്സൺ നേരിട്ടോ കൊടുക്കുക, അദ്ദേഹത്തിൻ്റെ ഭാഗം പറയാനായിട്ട് അദ്ദേഹത്തിനൊരു അവസരവും കൊടുക്കുക എന്നാണ് പറയുന്നത്. സെക്ഷൻ 65 സബ്സെഷൻ 2 ഡിയിലാണ് ഇത് പറയുന്നത്. ഓക്കെ, അടുത്തത് സബ്സെഷൻ 2A മാറ്റം വന്നിരിക്കുന്നത്. When an enquiry made under this section reveals any defect, the registrar or the person authorized by him to conduct the enquiry shall prepare a detailed enquiry report regarding the defect, amount of misappropriation and other losses to the society, with qualification of individual liability. If the enquiry reveals any offence under section 94, the enquiry officer shall prepare a special report and submit it to registrar, and he shall forward a copy simultaneously to the police or vigilance officer as case may be for further detailed investigation എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ രജിസ്ട്രാർ അല്ലെങ്കിൽ രജിസ്ട്രാർ ഓതറൈസ് ചെയ്യുന്ന പേഴ്സൺ ആ ഡിഫക്റ്റിനെയും മിസ്അപ്രോപ്രിയേഷനും സൊസൈറ്റിക്ക് ഉണ്ടായ ലോസസും പിന്നെ ഇൻഡിവിജ്വൽ ലയബിലിറ്റിയും അതിനെല്ലാം പറ്റി ഒരു ഡീറ്റെയിൽഡ് റിപ്പോർട്ട് എൻക്വയറി റിപ്പോർട്ട് തയ്യാറാക്കണം. ഈ എൻക്വയറിയിൽ 94 പ്രകാരം എന്തെങ്കിലും ഒരു ഒഫൻസ് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ എൻക്വയറി ഓഫീസർ ഒരു സ്പെഷ്യൽ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്തിട്ട് അത് RCSന് സബ്മിറ്റ് ചെയ്യണം. ഇതിൻ്റെ കോപ്പി നമ്മൾ വിജിലൻസ് ഓഫീസറിനും അല്ലെങ്കിൽ പോലീസിനോ ഫർദർ ഇൻവെസ്റ്റിഗേഷനായിട്ട് കൈമാറണം എന്നാണ് സബ്സെഷൻ 2A പറയുന്നത്. ഓക്കെ, ഇത് പുതിയ സബ്സെഷൻ ആഡ് ചെയ്ത് വന്നതാണ് കേട്ടോ. സെക്ഷൻ 65 സബ്സെഷൻ 2A എന്ന് പറഞ്ഞിട്ട് പുതിയ സെക്ഷൻ ആഡ് ചെയ്ത് വന്നിരിക്കുന്നതാണ്. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് 65 സബ്സെഷൻ 5 ഇനി മാറ്റം വന്നിരിക്കുന്നത്. ദ എൻക്വയറി അണ്ടർ ദിസ് സെക്ഷൻ ഷാൾ ബി കംപ്ലീറ്റഡ് വിത്തിൻ എ പീരിയഡ് ഓഫ് 4 months. എൻക്വയറി കംപ്ലീറ്റ് ചെയ്യുന്നത് നേരത്തെ 6 മാസമായിരുന്നു എൻക്വയറി കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നത്. ഇപ്പോൾ എൻക്വയറിക്ക് വന്നിരിക്കുന്നത് 4 മാസമാണ്. എൻക്വയറി 4 മാസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം. അടുത്തത് സെക്ഷൻ 65 സബ്സെഷൻ 7 ഒരു പുതിയ സബ്സെഷനാണ്. പുതിയ സബ്സെഷൻ ആഡ് ചെയ്ത് വന്നിരിക്കുന്നതാണ്. If an enquiry reveals that any irregularities, misappropriation or fraud or defalcation of money or property or asset of the cooperative society is committed, or that any loss is incurred to the society, the registrar or any officer specifically empowered or authorized by the registrar in this behalf shall take immediate necessary step to recover the misappropriated or defalcated money or property or asset of the society through legal actions after assessing the loss എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് എൻക്വയറിയിൽ എന്തെങ്കിലും മിസ്അപ്രോപ്രിയേഷനോ ഫ്രോഡോ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ അസറ്റ്, അവിടുത്തെ ക്യാഷ്, മണി, അതിലെന്തെങ്കിലും ഒരു ക്രമക്കേടെല്ലാം കണ്ടെത്തി സൊസൈറ്റിക്ക് എന്തെങ്കിലും ഒരു ലോസ് ഉണ്ടായതായിട്ട് വെളിപ്പെട്ടിട്ടുണ്ട് എങ്കിൽ RCSO അല്ലെങ്കിൽ അദ്ദേഹം ഇതിലേക്ക് പ്രത്യേകമായിട്ട് അധികാരപ്പെടുത്തിയിട്ടുള്ള ആ ഒരു ഉദ്യോഗസ്ഥനോ ലോസ് എല്ലാം തിട്ടപ്പെടുത്തി, എന്തോരം ലോസ് ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് അത് തിട്ടപ്പെടുത്തി ലീഗൽ ആക്ഷനിലൂടെ
കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ക്യാഷും അസറ്റും എല്ലാം വീണ്ടെടുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് 65(7) പുതിയ സബ്സെഷനിൽ ആഡ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാണ് സെക്ഷൻ 65 എൻക്വയറിയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത്. നമുക്കൊന്നും കൂടെ പറയാം. ഇതിൽ ആദ്യം വന്നിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് സബ്സെഷൻ 1 ബി എന്ന് പറയുന്ന നമ്മുടെ വിജിലൻസ് ഓഫീസറുടെ കാര്യം ഒമിറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി റിപ്പോർട്ട് ഓഫ് വിജിലൻസ് ഓഫീസർ എന്ന് പറയുന്നത് ഒമിറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്, അതിപ്പോഴില്ല. പിന്നെ ഈ സബ്സെഷൻ 1 ഡി എന്ന് പറഞ്ഞ് കിടക്കുന്നതിൽ കമ്മിറ്റിയിലെ മെജോറിറ്റി മെമ്പേഴ്സിൻ്റെയോ അല്ലെങ്കിൽ സൊസൈറ്റിയിലെ ടോട്ടൽ മെമ്പേഴ്സിൻ്റെ 1/3 കുറയാതെയുള്ള ആളുകളുടെയോ അല്ലെങ്കിൽ ജനറൽ ബോഡിയുടെ ക്വാറം തികയ്ക്കാനായിട്ട് ആവശ്യമുള്ള മെമ്പേഴ്സോ ഇതിലേതാണോ കുറവ് അവരുടെ അപേക്ഷയിന്മേൽ എൻക്വയറി നടത്താം എന്നുള്ളതാണ് സബ്സെഷൻ ഡിയിൽ വരുന്നത്. പിന്നെ മാറ്റം വന്നേക്കണത് സബ്സെഷൻ 2 മാറ്റം വന്നിരിക്കുന്നത്. 2 ഡി അത് പുതിയ സബ്സെഷൻ ആഡ് ചെയ്ത് വന്നിരിക്കുന്നതാണ്. 65 സബ്സെഷൻ 2 ഡി എന്ന് പറഞ്ഞ് പുതിയ ഇതാണ്. അതിൽ ഒരു ആള് എൻക്വയറിക്കായിട്ട് ഒരാൾ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ ആ എൻക്വയറിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളുള്ള ഒരു നോട്ടീസ് രജിസ്ട്രേഡ് പോസ്റ്റിലോ അല്ലെങ്കിൽ നേരിട്ടോ അയാളെ അറിയിക്കുകയും അയാളുടെ ഭാഗം പറയുന്നതിനായിട്ട് അയാൾക്ക് ഒരു അവസരം കൊടുക്കുകയും ചെയ്യണം എന്നാണ് സബ്സെഷൻ 2 ഡിയിൽ പറയുന്നത്. ഓക്കെ. പിന്നെ അടുത്തത് 2A എന്ന് പറയുന്ന 65 സെക്ഷൻ 65 2A എന്ന് പറയുന്ന ഒരു സബ്സെഷനാണ്. അതും പുതിയതായിട്ട് ആഡ് ചെയ്ത് വന്നിരിക്കുന്നതാണ്. അതിൽ പറയുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് രജിസ്ട്രാറോ അല്ലെങ്കിൽ അദ്ദേഹം ഓതറൈസ് ചെയ്ത ആ ഒരു പേഴ്സണോ കണ്ടുപിടിച്ചിട്ടുണ്ട് എങ്കിൽ ഒരു ഡീറ്റെയിൽഡ് എൻക്വയറി റിപ്പോർട്ട് തയ്യാറാക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് എൻക്വയറിയിൽ 94 സെക്ഷൻ 94 പ്രകാരം ഒഫൻസ് എന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ എൻക്വയറി ഓഫീസർ ഒരു സ്പെഷ്യൽ റിപ്പോർട്ട് തയ്യാറാക്കണം. എന്നിട്ട് അത് പ്രിപ്പയർ ചെയ്ത് RCSന് സബ്മിറ്റ് ചെയ്യണം. പിന്നീട് അതിൻ്റെ ഒരു കോപ്പി വിജിലൻസ് ഓഫീസറിനോ പോലീസിനോ ഒരു ഫർദർ ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് അവർക്ക് കൈമാറണം എന്നാണ് 2A പറയുന്നത്. ഇനി അതുപോലെ തന്നെ സബ്സെഷൻ 5 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എൻക്വയറിയുടെ കാലാവധി എന്ന് പറയുന്നത് 4 മാസമാക്കി മാറ്റിയിട്ടുണ്ട് എന്നാണ്. പിന്നെ സബ്സെഷൻ 7 അത് പുതിയതായിട്ട് ആഡ് ചെയ്ത് വന്നതാണ്. അതിൽ ഇത് തന്നെയാണ് പറയുന്നത്. എന്തെങ്കിലും ഫ്രോഡോ മിസ്അപ്രോപ്രിയേഷനോ എന്തെങ്കിലും ക്രമക്കേടോ ഒക്കെ കണ്ടുപിടിച്ച് സൊസൈറ്റിക്ക് ലോസ് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ RCSോ അല്ലെങ്കിൽ അദ്ദേഹം ഓതറൈസ് ചെയ്യുന്ന ആളോ ആ ലോസ് എല്ലാം തിട്ടപ്പെടുത്തിയിട്ട് അത് തിരിച്ചു പിടിക്കുന്നതിനുള്ള ആ സെറ്റും ക്യാഷും എല്ലാം വീണ്ടെടുക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണം എന്നാണ് സബ്സെഷൻ 7 പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയുമാണ് സെക്ഷൻ 65 വരുന്നത്. ഇനി സെക്ഷൻ 66 എന്ന് പറയുന്നത് സൂപ്പർവിഷൻ ആൻഡ് ഇൻസ്പെക്ഷൻ ആണ്. സെക്ഷൻ 66 എന്ന് പറയുന്നത്. ഓക്കെ. ഇൻസ്പെക്ഷൻ പിന്നെ സൂപ്പർവിഷൻ ആൻഡ് ഇൻസ്പെക്ഷൻ ആണ് സെക്ഷൻ 66 വരുന്നത്. അതിൽ 2A എന്ന് പറയുന്ന ഒരു പുതിയ സബ്സെഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. 2Aയും 2Bയും ആണ് അതിൽ ആഡ് ചെയ്ത് വന്നിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ 2 സബ്സെഷനാണ് മെയിനായിട്ട് അതിൽ ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതിൽ 2A പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ രജിസ്ട്രാർ മേ ഓതറൈസ് സ്പെഷ്യൽ ടീം ഓഫ് ഓഫീസർ അണ്ടർ ഹിസ് കൺട്രോൾ ഫോർ ദ inspection of Apex Central and Federal Cooperative Societies and all other primary cooperative societies. അതായത് അപ്പെക്സ്, സെൻട്രൽ, ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് പിന്നെ പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റീസിലും ഇൻസ്പെക്ഷനായിട്ട് RCS അദ്ദേഹം കൺട്രോൾ ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ടീം ഓഫ് ഓഫീസേഴ്സിനെ അധികാരപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് സബ്സെഷൻ 2A പറയുന്നത്. ഓക്കെ. ഇനി 2B ആണ് സബ്സെഷൻ 2B. സെക്ഷൻ 66 സബ്സെഷൻ 2B. The report of such inspection shall be communicated in writing to the Apex, Central and Federal Societies and all primary cooperative societies concerned with the period of 30 days, and the committee and the chief executive of the society concerned shall be under an obligation to file a para-wise satisfactory complaints report before the registrar within a period of 45 days from the date of such communication എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത്
ഇൻസ്പെക്ഷൻ്റെ റിപ്പോർട്ടുകൾ നമ്മൾ അതത് അപ്പെക്സ്, സെൻട്രൽ, ഫെഡറൽ, പിന്നെ അതുപോലെ തന്നെ പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് 30 ദിവസത്തിനകം ഇൻ റൈറ്റിങ്ങിൽ നൽകണം എന്നാണ് പറയുന്നത്. 30 ദിവസത്തിനകം ആ റിപ്പോർട്ട് അവർക്ക് ഇൻ റൈറ്റിങ്ങിൽ നൽകണം. പിന്നെ 45 ദിവസത്തിനുള്ളിൽ ഇതിലൊരു നടപടി റിപ്പോർട്ട് അവർ ഉണ്ടാക്കണം. 45 ദിവസത്തിനുള്ളിൽ ഈ ഒരു നടപടി റിപ്പോർട്ട് ഉണ്ടാക്കി അത് രജിസ്ട്രാർക്ക് സബ്മിറ്റ് ചെയ്യാനുള്ള ബാധ്യത ആർക്കാണ്? കമ്മിറ്റിക്കും ചീഫ് എക്സിക്യൂട്ടീവിനുമാണ് ഉള്ളത്. ഒരു സൊസൈറ്റിയിലെ കമ്മിറ്റിക്കും ചീഫ് എക്സിക്യൂട്ടീവിനുമാണ് അങ്ങനെ ഒരു നടപടി റിപ്പോർട്ട് നമ്മളിപ്പോൾ ഈ കണ്ടുപിടിച്ച ഇതെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനായിട്ടൊരു നടപടി റിപ്പോർട്ട് ഉണ്ടാക്കി രജിസ്ട്രാർക്ക് സബ്മിറ്റ് ചെയ്യാൻ ആർക്കാണ്? കമ്മിറ്റിക്കും ചീഫ് എക്സിക്യൂട്ടീവിനും ബാധ്യതയുണ്ട് എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ 66 സൂപ്പർവിഷൻ ആൻഡ് ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത്. അതിൽ 2A 2B എന്ന് പറയുന്ന 2 സബ്സെഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യത്തേത് പറയുന്നത് അപ്പെക്സ്, സെൻട്രൽ, ഫെഡറൽ ആൻഡ് പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ രജിസ്ട്രാർ അദ്ദേഹം കൺട്രോൾ ചെയ്യുന്ന ഒരു ഓഫീസർമാരുടെ ഒരു സ്പെഷ്യൽ ടീമിനെ ഇൻസ്പെക്ഷനായിട്ട് അധികാരപ്പെടുത്തിയിട്ടുണ്ടെന്നാണ്. ഇനി 2Bയിൽ പറയുന്നത് ഇങ്ങനെ ഇൻസ്പെക്ഷൻ്റെ റിപ്പോർട്ട് 30 ദിവസത്തിനുള്ളിൽ ഇൻ റൈറ്റിങ്ങിൽ ഈ ഫെഡറൽ, അപ്പെക്സ്, സെൻട്രൽ അല്ലെങ്കിൽ പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് ഈ ഇൻസ്പെക്ഷൻ്റെ റിപ്പോർട്ട് അവർക്ക് 30 ദിവസത്തിനുള്ളിൽ നൽകണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ സൊസൈറ്റികൾ 45 ദിവസത്തിനുള്ളിൽ ഇതിനൊരു നടപടി റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് രജിസ്ട്രാർക്ക് സബ്മിറ്റ് ചെയ്യണം. അതിനുള്ള ബാധ്യത കമ്മിറ്റിക്കും ചീഫ് എക്സിക്യൂട്ടീവിനുമായിരിക്കും എന്നാണ് 2Bയിൽ പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് സെക്ഷൻ 66C ആണ്. സെക്ഷൻ 66C എന്ന് പറയുന്നത് സബ്മിഷൻ ഓഫ് റിട്ടേൺസ് ആണ്. 66Cയിൽ വരുന്നത് സബ്മിഷൻ ഓഫ് റിട്ടേൺസ് ടു ദ രജിസ്ട്രാർ. അതിൽ വന്നിട്ടുള്ളത് അതിൽ പറയുന്നത് നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്ത് 6 മാസത്തിനുള്ളിൽ രജിസ്ട്രാർക്ക് റിട്ടേൺസ് സബ്മിറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിലുണ്ടായിരിക്കേണ്ട കാര്യങ്ങളാണ് അതിൽ ABC എന്ന് പറഞ്ഞിട്ട് നമുക്കതിൽ ഓരോന്നും ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അതിൽ A എന്ന് പറയുന്നത് ആനുവൽ റിപ്പോർട്ട്, B ഓഡിറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സ്, C അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ E കഴിഞ്ഞിട്ട് F എന്ന് പറഞ്ഞ് ഒരു പുതിയ കാര്യം അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, F എന്ന് പറയുന്നത് റെക്ടിഫിക്കേഷൻ റിപ്പോർട്ട് അപ്രൂവ്ഡ് ബൈ ദ കമ്മിറ്റി ഓൺ ഓഡിറ്റ് റിപ്പോർട്ട് ആൻഡ് ദ റെസൊല്യൂഷൻ ഓഫ് ദ ജനറൽ ബോഡി ഓഫ് ദ സൊസൈറ്റിയാണ്. അതായത് കമ്മിറ്റി അപ്രൂവ് ചെയ്ത റെക്ടിഫിക്കേഷൻ റിപ്പോർട്ട് വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓഡിറ്റ് നടന്നിട്ടുണ്ട്. അപ്പോൾ ഓഡിറ്റ് റിപ്പോർട്ടിന്മേൽ കമ്മിറ്റി അപ്രൂവ് ചെയ്ത റെക്ടിഫിക്കേഷൻ റിപ്പോർട്ട് ഇതിനോടൊപ്പം വേണം എന്നാണ് പറയുന്നത്. ഇനി അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് എനി അതർ ഇൻഫർമേഷൻ റിക്വയർഡ് ബൈ ദ രജിസ്ട്രാർ എന്ന് പറഞ്ഞ് F എന്ന് പറഞ്ഞ് മുമ്പ് പഴയ നമ്മുടെ ലോയിൽ കിടന്നിരുന്നത് G ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, ആ ഒരു പോയിന്റ് G ആയിട്ട് മാറിയിട്ടുണ്ട്. അതാണ് എനി അതർ ഇൻഫർമേഷൻ റിക്വയർഡ് ബൈ ദ രജിസ്ട്രാർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പിന്നെ വന്നിരിക്കുന്നത് അതിലൊരു സബ്സെഷനും കൂടെ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. സെക്ഷൻ 66Cയിൽ സബ്സെഷൻ 2ൽ ഒരു പുതിയ സബ്സെഷനാണത്. എവറി കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൾ സബ്മിറ്റ് ക്വാർട്ടർലി റിട്ടേൺസ് ഓൺ ദ ക്രെഡിറ്റ് ആക്ടിവിറ്റീസ് duly certified by the chief executive of the cooperative society, which will be duly reviewed by the registrar, and the rectification report shall be submitted on the basis of the report evaluated by the registrar after each quarter. If any society fail to submit the returns on the time, the registrar shall have the power to impose fine not exceeding 10,000 rupees based on the classification and category of the society as may be prescribed എന്നാണ് പറയുന്നത്. അതായത് ക്രെഡിറ്റ് സൊസൈറ്റീസ് 3 മാസം കൂടുമ്പോൾ ഒരു ക്വാർട്ടർലി റിപ്പോർട്ട് അവരുടെ CEO സർട്ടിഫൈ ചെയ്ത നമ്മുടെ ക്വാർട്ടർലി റിപ്പോർട്ട് RCSന് സമർപ്പിക്കണം. അപ്പോൾ ഓരോ ക്വാർട്ടർ കഴിയുമ്പോഴും ഈ റിപ്പോർട്ടിൻ്റെ മേലിലുള്ള റെക്ടിഫിക്കേഷൻ റിപ്പോർട്ടും അവർക്ക് സമർപ്പിക്കണം. ഇങ്ങനെ റിട്ടേൺസ് സബ്മിറ്റ് ചെയ്യാത്ത സൊസൈറ്റികൾക്ക് 10,000 രൂപയിൽ കൂടാത്ത ഒരു തുക ഫൈൻ ചുമത്തും എന്നാണ് 66C സബ്സെഷൻ 2ൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ 66C എന്ന് പറയുന്നത് സബ്മിഷൻ ഓഫ് റിട്ടേൺസ് ടു രജിസ്ട്രാർ ആണ്. അതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ ABC എന്ന് പറഞ്ഞിരിക്കുന്നത് F എന്ന് പറയുന്ന ഒരു പുതിയ കാര്യം ആഡ് ചെയ്തിട്ടുണ്ട്. അത് എന്താണ്? റെക്ടിഫിക്കേഷൻ റിപ്പോർട്ട്, കമ്മിറ്റി അപ്രൂവ് ചെയ്ത റെക്ടിഫിക്കേഷൻ റിപ്പോർട്ടാണ് Fൽ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ മുമ്പ് F എന്ന് പറഞ്ഞ് കിടന്ന എനി അതർ ഇൻഫർമേഷൻ റിക്വയർഡ് ബൈ ദ രജിസ്ട്രാർ എന്ന് പറയുന്ന പോയിന്റ് G ആയിട്ട് മാറിയിട്ടുണ്ട്.
പിന്നെ അതുപോലെ തന്നെ ഒരു സബ്സെഷൻ 2 അതിലേക്ക് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. അത് പറയുന്നത് എന്താണ്? ക്രെഡിറ്റ് സൊസൈറ്റീസ് 3 മാസം കൂടാൻ നേരത്ത് CEO സർട്ടിഫൈ ചെയ്ത ഒരു ക്വാർട്ടർലി റിപ്പോർട്ട് RCSന് സമർപ്പിക്കണം. അപ്പോൾ ഓരോ ക്വാർട്ടർ കഴിയുമ്പോഴും ഈ റിപ്പോർട്ടിന് മേലുള്ള ഒരു റെക്ടിഫിക്കേഷൻ റിപ്പോർട്ടും നമ്മൾ RCSന് സമർപ്പിക്കണം. ഇങ്ങനെ റിട്ടേൺസ് സബ്മിറ്റ് ചെയ്യാത്ത സൊസൈറ്റിക്ക് 10,000 രൂപയിൽ കൂടാത്ത ഒരു തുക അവർക്ക് ഫൈൻ കൊടുക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് 68 സർചാർജിലാണ് അടുത്ത അമെൻമെൻറ്റ് വന്നിരിക്കുന്നത്. ഓക്കെ, അതിൽ ആദ്യം പറഞ്ഞിരിക്കുന്ന സബ്സെഷൻ 1 വന്നിരിക്കുന്ന അമെൻമെൻ്റ് ആണ്. ഇൻ ദ കോഴ്സ് ഓഫ് ആൻ ഓഡിറ്റ്, എൻക്വയറി, ഇൻസ്പെക്ഷൻ ഓർ വൈൻഡിങ് അപ്പ് ഓഫ് സൊസൈറ്റി ഓർ ദ റിപ്പോർട്ട് ഓഫ് വിജിലൻസ് ഓഫീസർ ഇഫ് എനി ഇറഗുലാരിറ്റീസ് ഫൈൻഡ്. ഇതിപ്പോൾ സർചാർജ് കൊടുക്കുന്ന ആ സന്ദർഭങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. സർചാർജ് ഏതൊക്കെ ഓഫീസേഴ്സിന് ഒരു വ്യക്തിക്കെതിരെ സർചാർജ് ചെയ്യപ്പെടാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ്, ഓഡിറ്റ് അല്ലെങ്കിൽ എൻക്വയറി, പിന്നെ ഇൻസ്പെക്ഷൻ, പിന്നെ വൈൻഡിങ് അപ്പ് നടക്കുമ്പോൾ, പിന്നെ അതുപോലെ തന്നെയാണ് വിജിലൻസ് ഓഫീസറുടെ റിപ്പോർട്ടിന്മേൽ. ഈ ഒരു പോയിന്റ്, വിജിലൻസ് ഓഫീസർ റിപ്പോർട്ടിന്മേൽ എന്നുള്ളൊരു പോയിന്റ് ഇതിലുണ്ടായിരുന്നില്ല. അതാണ് പുതിയതായിട്ട് ആഡ് ചെയ്ത് വന്നിരിക്കുന്നത് കേട്ടോ. ദ റിപ്പോർട്ട് ഓഫ് വിജിലൻസ് ഓഫീസർ എന്നുള്ളതാണ് സബ്സെഷൻ 1 ആഡ് ചെയ്ത് വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി സബ്സെഷൻ 3 വന്നിരിക്കുന്ന മാറ്റമാണ് പറയുന്നത്. സബ്സെഷൻ 3 വേർ ദ മണി, പ്രോപ്പർട്ടി, ഇൻട്രസ്റ്റ് ഓർ കോസ്റ്റ് ഓഫ് കോമ്പൻസേഷൻ ഈസ് നോട്ട് റീപെയ്ഡ് ഓർ റീസ്റ്റോർഡ് വിത്തിൻ എ പീരിയഡ് ഓഫ് 60 days, the registrar shall take urgent steps to recover such amount from the concerned persons, provided that such period may, at the discretion of the registrar and for reason to be recorded in writing, be extended from time to time, however that the extended period shall not exceed 60 days എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് മണിയോ പ്രോപ്പർട്ടി, ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ കോസ്റ്റ്, കോമ്പൻസേഷൻ ഇതെന്തെങ്കിലും ഉണ്ടെങ്കിൽ 60 ദിവസത്തിനുള്ളിൽ അടയ്ക്കണം എന്നാണ് പറയുന്നത്. ഇങ്ങനെ 60 ദിവസത്തിനുള്ളിൽ അടച്ചില്ലെങ്കിൽ RCS ആ എമൗണ്ട് റിക്കവർ ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കും എന്നാണ് പറയുന്നത്. ഇതിൽ പുതിയതായിട്ട് വന്നത് എ പീരിയഡ് ഓഫ് 60 days എന്നുള്ളതാണ്. നേരത്തെ അതിൽ ടൈം ലിമിറ്റ് പറഞ്ഞിട്ടുണ്ടായില്ല, ഇപ്പോൾ ഈ 60 days എന്നുള്ളത് വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ RCSന് ഈ സമയം എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും, പക്ഷേ അതെന്താണ് 60 ദിവസത്തിലും എക്സ്റ്റെൻഡ് ചെയ്ത് പോവരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് സർചാർജ് 68 പറയുന്നത്. അപ്പോൾ 68 സർചാർജ്. അതിൽ സബ്സെഷൻ 1 വന്നിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് ഓഡിറ്റ്, എൻക്വയറി, ഇൻസ്പെക്ഷൻ, വൈൻഡിങ് അപ്പ്, അതിൻ്റെ ഒപ്പം തന്നെ റിപ്പോർട്ട് ഓഫ് വിജിലൻസ് ഓഫീസർ വന്നിട്ടുണ്ട്. പിന്നെ സബ്സെഷൻ 3 പറയുന്നത് എന്തെങ്കിലും മണിയോ പ്രോപ്പർട്ടിയോ ഇൻട്രസ്റ്റോ കോസ്റ്റോ കോമ്പൻസേഷനോ എന്ത് തന്നെ ആയാലും അത് അയാൾ അടയ്ക്കണം. അത് 60 ദിവസത്തിനുള്ളിൽ അടച്ചില്ലെങ്കിൽ RCS ആ എമൗണ്ട് റിക്കവർ ചെയ്യുന്നതിനുള്ള നടപടികളൊക്കെ സ്വീകരിക്കും. പിന്നെ RCSന് നമ്മുടെ രജിസ്ട്രാർക്ക് ടൈം എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും, പക്ഷേ ആ ടൈം എന്ന് പറയുന്നത് 60 ദിവസത്തിനുള്ളിൽ കൂടരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് 68B ആണ്. 68Bയിൽ പവർ ഓഫ് ഗവൺമെൻറ് ഓർ രജിസ്ട്രാർ ടു ഡീൽ വിത്ത് ഇറഗുലാരിറ്റീസ് എന്ന് പറയുന്നത് അത് പുതിയൊരു സെക്ഷനാണത്. 68B എന്ന് പറയുന്നത് പവർ ഓഫ് ഗവൺമെൻറ് ഓർ രജിസ്ട്രാർ ടു ഡീൽ വിത്ത് ഇറഗുലാരിറ്റീസ്. അതിൽ ഫസ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ദ ഗവൺമെൻറ് ഓർ രജിസ്ട്രാർ ആസ് ദ കേസ് മേ ഫോർവേഡ് ദ കേസ് ഓഫ് മിസ്അപ്രോപ്രിയേഷൻ ഓർ ഇറഗുലാരിറ്റീസ് ഓർ കറപ്ഷൻ ഇൻ ദ സൊസൈറ്റി വിച്ച് കം അണ്ടർ ദ പ്രൊവിഷൻ ഓഫ് ദ ഇന്ത്യൻ പീനൽ കോഡ് 1860 or and the Prevention of Corruption Act 1988 to the Police or Vigilance and Anti-Corruption Bureau as the case may be for investigation and further action എന്നാണ്. 1860 IPC അല്ലെങ്കിൽ 1988 പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അനുസരിച്ചിട്ട് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മിസ്അപ്രോപ്രിയേഷൻ, ഇറഗുലാരിറ്റീസ് അല്ലെങ്കിൽ കറപ്ഷൻ സംബന്ധിച്ച കേസസ് എല്ലാം ഫർദർ ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് പോലീസ് അല്ലെങ്കിൽ ആൻറ്റി കറപ്ഷൻ ബ്യൂറോയ്ക്ക് കൊടുക്കാം. ഇത് RCSO ഗവൺമെൻറ്റോ ആണ് ഇത് അയച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇനി സബ്സെഷൻ 2 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ദ രജിസ്ട്രാർ ഷാൾ ബി the authority to accord sanction for inquiry or investigation and also for taking
cognizance of an offence under the Prevention of Corruption Act 1988 against the members of the committee and or officers and servants of the society എന്നാണ്. അതായത് 1988 പ്രിവെൻഷൻ ഓഫ് ആൻറ്റി കറപ്ഷൻ ആക്ട് അനുസരിച്ചിട്ട് കമ്മിറ്റി മെമ്പേഴ്സിനോ അല്ലെങ്കിൽ ഓഫീസറിനും സെർവൻസിനോ അല്ലെങ്കിൽ രണ്ടിനുമെതിരെയോ ഒരു ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ എൻക്വയറി നടത്തണമെന്ന് RCS ആണ് തീരുമാനിക്കുന്നത്. RCS ആണ് അതിന് സാങ്ഷൻ കൊടുക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി സബ്സെഷൻ 3 പറയുന്നത് ഇൻ ദ കേസ് ഓഫ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് അപ്പോയിൻറ്റഡ് ബൈ ഗവൺമെൻറ് ദ സെക്രട്ടറി ടു ഗവൺമെൻറ് കോർപ്പറേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഷാൾ ബി ദ സാങ്ഷനിങ് അതോറിറ്റി. ഇപ്പോൾ CEO ചീഫ് എക്സിക്യൂട്ടീവിനെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത് ഗവൺമെൻറ് ആണ് എങ്കിൽ സാങ്ഷൻ കൊടുക്കേണ്ടത് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ സെക്രട്ടറി ടു ഗവൺമെൻറ് ആയിരിക്കും അതിന് സാങ്ഷൻ കൊടുക്കേണ്ടത് എന്നാണ് പറയുന്നത്. അപ്പോൾ 68B എന്ന് പറയുന്നത് പവർ ഓഫ് ഗവൺമെൻറ് ഓർ രജിസ്ട്രാർ ടു ഡീൽ വിത്ത് ഇറഗുലാരിറ്റീസ് എക്സെട്ര എന്നുള്ളതാണ്. അതിൽ സബ്സെഷൻ 1 പറയുന്നത് IPC 1860 IPC അനുസരിച്ചിട്ട് അല്ലെങ്കിൽ 1988 പ്രൊവിഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അനുസരിച്ചിട്ട് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മിസ്അപ്രോപ്രിയേഷനോ ഇറഗുലാരിറ്റീസോ കറപ്ഷനോ സംബന്ധിച്ച കേസസ് എല്ലാം നമുക്ക് ഫർദർ ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് പോലീസിനോ ആൻറ്റി കറപ്ഷൻ ബ്യൂറോയ്ക്കോ അയച്ചു കൊടുക്കാം. RCSO ഗവൺമെൻറ്റോ ആണ് അയച്ചു കൊടുക്കുന്നത്. സബ്സെഷൻ 2 പറയുന്നത് 1988 പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അനുസരിച്ചിട്ട് കമ്മിറ്റി മെമ്പറിനോ അല്ലെങ്കിൽ ഓഫീസറിനും സെർവൻസിനുമോ അല്ലെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും എതിരെയോ ഇൻവെസ്റ്റിഗേഷൻ എൻക്വയറി നടത്തണം എന്നുള്ളതിൻ്റെ സാങ്ഷൻ കൊടുക്കുന്നത് RCS ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി സബ്സെഷൻ 3 പറയുന്നത് ചീഫ് എക്സിക്യൂട്ടീവിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഗവൺമെൻറ് ആണെങ്കിൽ ഇങ്ങനെയുള്ള സാങ്ഷൻ കൊടുക്കേണ്ടത് സെക്രട്ടറി ടു ഗവൺമെൻറ് കോർപ്പറേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ സെക്രട്ടറി ടു ഗവൺമെൻറ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള അമെൻമെൻറ്റ് നമ്മൾ അടുത്ത പാർട്ടിൽ പറയുന്നതായിരിക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും കമൻറ്റ് ബോക്സിൽ പറയുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതിനു മുമ്പ് ചെയ്തിരിക്കുന്ന പാർട്ടുകൾ എല്ലാം ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. താങ്ക്